മോഹൻലാലിന്റെ പേരിൽ വൻ സൈബർ തട്ടിപ്പ്. മോഹൻലാൽ ഫാൻസ് എന്ന പേരിൽ ഉള്ള പേജിൽ ആണ് തട്ടിപ്പ്. മോഹൻലാലിന്റെ വീഡിയോയ്ക്ക് കമന്റ് ഇട്ടാൽ ഇൻബോക്സിൽ മെസ്സേജ് വരും. നിർദ്ദേശപ്രകാരം പ്രൊഫൈലിലും ഗ്രൂപ്പുകളിലും വീഡിയോ ഷെയർ ചെയ്താൽ 10,000 രൂപ സമ്മാനം കിട്ടുമെന്നാണ് വാഗ്ദാനം. ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ സ്വന്തമാക്കിയാണ് തട്ടിപ്പ്. 4 ലക്ഷത്തിലധികം ആളുകൾ ഇതിനകം വീഡിയോ കണ്ടു കഴിഞ്ഞു. MS അനീഷ് കുമാറാണ് ചേരുന്നത്. അനീഷ്, ഈ തട്ടിപ്പ് സൈബർ വിഭാഗത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? തട്ടിപ്പിന് ആരെങ്കിലുമൊക്കെ ഇരയായതായി വിവരങ്ങളുണ്ടോ? തീർച്ചയായും അത്തരം സൈബർ പോലീസോ മറ്റ് ഏജൻസികളോ ഇക്കാര്യത്തിൽ അന്വേഷണം ആരംഭിച്ചതായി നമ്മൾക്ക് അറിയില്ല. ഒപ്പം സൈബർ തട്ടിപ്പിന് ഇരയായ ആളുകളെക്കുറിച്ചും വിവരമില്ല. എന്തായാലും ലക്ഷണമൊത്ത ഒരു തട്ടിപ്പ് എന്ന രീതിയിൽ തന്നെ നമുക്കിത് പറയേണ്ടി വരും. കാരണം ഏറ്റവും അധികം ഫാൻ പേജുകൾ ഉള്ളത് അല്ലെങ്കിൽ പലതരത്തിലുള്ള പേജുകൾ ഉള്ള താരങ്ങളിൽ ഒരാളാണ്. കേരളത്തിൽ തന്നെ ഏറ്റവും അധികം ഇത്തരത്തിൽ സ്വകാര്യ വ്യക്തികൾ പോലും ഫാൻ പേജുകൾ ഉണ്ടാക്കി ആഘോഷിക്കുന്ന ഒരാളാണ് മോഹൻലാൽ. മോഹൻലാലിൻ്റെ വീഡിയോയോ ഫോട്ടോയോ ഒക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ അത് ആര് പോസ്റ്റ് ചെയ്യുന്നു എന്നത് പോലും നോക്കാതെ ആയിരക്കണക്കിന് ആളുകൾ പലപ്പോഴും ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുന്ന ഒരു ആൾ കൂടിയാണ്. ഇത്തരത്തിൽ ഒരു പേജിലാണ് ഇപ്പോൾ മോഹൻലാലിൻ്റെ ഒരു വീഡിയോ ആദ്യം വിട്ടിരിക്കുന്നത്. ആ വീഡിയോയ്ക്ക് തന്നെ ഏതാണ്ട് 400Kയിലധികം ആളുകൾ കാഴ്ചക്കാർ അത് കണ്ടു കഴിഞ്ഞു. അതിലാണ് ഈ വീഡിയോയ്ക്ക് താഴെ ഒരു ഹലോ എന്ന മെസ്സേജ് ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് 10,000 രൂപ ലഭിക്കാൻ അവസരമുണ്ടാകുന്നു. ആദ്യം കമൻറ്റ് ചെയ്യുന്ന 240 പേർക്ക് ഈ സമ്മാനം ലഭിക്കും എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. ഇതിന് ശേഷമാണ് ആളുകൾ കമൻ്റ് ഇടുന്നത്. നമ്മളും അത്തരത്തിൽ കമൻ്റ് ഇട്ട് കഴിഞ്ഞു. കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ ഇൻബോക്സിലേക്കൊരു മെസ്സേജ് ഇവരുടെ ഭാഗത്തു നിന്നും വരുന്നു. താങ്കൾ ആദ്യത്തെ ഘട്ടം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഈ സമ്മാനം നേടുന്നതിനുള്ള പ്രധാനമായ ആവശ്യകത ഞങ്ങളുടെ പോസ്റ്റ് നിങ്ങളുടെ പ്രൊഫൈലിലും ഒപ്പം 10 ഫേസ്ബുക്ക് ഗ്രൂപ്പ് പേജുകളിലും ഷെയർ ചെയ്യുക എന്നതാണ്. 10 ഗ്രൂപ്പിലേക്ക് ഇത് ഷെയർ ചെയ്യണം. അതിന് നിങ്ങൾക്ക് 15 മിനിറ്റ് സമയം നൽകുമെന്നും പറയുന്നു. ഇത്തരത്തിൽ ഈ 15 ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്ത് കഴിയുന്ന ഒരു ഇടവേളയിൽ അത് അവരുടെ ടീം പരിശോധിക്കുമെന്നൊക്കെ പറയുന്നു. പക്ഷേ അത്തരം പരിശോധനകളൊന്നും ഉണ്ടാവില്ല. നമ്മൾ ഹലോ എന്ന് ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഇൻബോക്സിലേക്ക് ഈ സംബന്ധിച്ച ഒരു മെസ്സേജ് എത്തുകയാണ്. മെസ്സേജിന് ശേഷമാണ് നിങ്ങൾ ഇതിൽ വിജയികൾക്ക് 10,000 രൂപയ്ക്ക് അർഹതയുണ്ടോ എന്നുള്ള ഒരു സന്ദേശം ലഭിക്കുന്നത്. തൊട്ടു പിന്നാലെയാണ് ഞങ്ങളിൽ നിന്നും സമ്മാനം ലഭിച്ച ഭാഗ്യവാന്മാരിൽ ഒരാളാണ് നിങ്ങൾ എന്ന് പറയുന്നതും. താഴെയുള്ള രജിസ്റ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അവസാന ഘട്ടം പൂർത്തിയാക്കുക. നിങ്ങൾക്ക് ഒരു ക്രെഡിറ്റ് കാർഡ് ഓപ്ഷൻ നൽകാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞ് ക്രെഡിറ്റ് കാർഡിൻ്റെ വിവരങ്ങളാണ് പിന്നീട് ആരായുന്നത്. ഇതിന് തൊട്ട് താഴെ തന്നെ ബില്ലിംഗ് വിവരങ്ങൾ ഞങ്ങൾ എന്തിന് ആവശ്യപ്പെടുന്നു, ഈ സമ്മാനാർഹനായ നിങ്ങളുടെ പൗരത്വ വിവരങ്ങൾ അത് സ്ഥിരീകരിക്കുന്നതിനാണ് ഞങ്ങൾ ഇത്തരത്തിൽ ക്രെഡിറ്റ് കാർഡ് നമ്പർ ചോദിക്കുന്നതെന്ന് പറഞ്ഞ് അത്തരത്തിലുള്ള ഒരു തട്ടിപ്പാണ് നടക്കുന്നത്. നമുക്കറിയാം, അടുത്ത കാലത്തായി മലയാളി ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരിലടക്കം വ്യാപകമായി വരുന്ന ഒരു പ്രവണതയാണ്. ഈ കണ്ടന്റുകൾക്ക് റീച്ച് കുറയുന്ന സാഹചര്യത്തിൽ അവർ എന്തെങ്കിലും ഇതുപോലെ സമ്മാന പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു. അതിന് അടിയിൽ കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ കൂടുതൽ ആളുകൾക്ക് ഷെയർ ചെയ്യുക. അങ്ങനെ ഷെയർ ചെയ്യുന്ന ആളുകളിൽ നിന്നും നറുക്കിട്ട് ആളുകൾക്ക് സമ്മാനങ്ങൾ നൽകുന്ന ഏറ്റവും കൂടുതൽ ആരാധകരൊക്കെ ഉള്ള ഫോളോവേഴ്സ് ഉള്ള പേജുകളിൽ പോലും ഇത്തരത്തിലെ ഈ സമ്മാനങ്ങൾ പറഞ്ഞ് ആളുകളെ ആകർഷിക്കാൻ അല്ലെങ്കിൽ സമ്മാനങ്ങൾ പറഞ്ഞ് തങ്ങളുടെ കണ്ടന്റുകൾ കൂടുതൽ ആളുകളിലേക്കും എത്തിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആവാം ഒരുപക്ഷെ ആളുകൾ കൂടുതലായി ഇതിലേക്ക് വീണു പോകുന്ന ഒരു സാഹചര്യം. നിരവധി പേരാണ് ഈ പോസ്റ്റുകൾ ഇതിനകം തന്നെ ഷെയർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത്. ഒരുപാട് ആളുകൾക്ക് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ ഷെയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ നോക്കുമ്പോൾ തന്നെ 8,500-ലധികം ഷെയറുകളാണ് ഈ പോസ്റ്റിന് വന്നിരിക്കുന്നത്. എന്തായാലും അത്രയധികം ഷെയർ ചെയ്യപ്പെടുമ്പോൾ അത് കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നു. ഒരു 10%, 5% ആളുകൾക്കെങ്കിലും ഇത്തരത്തിൽ പണം നഷ്ടപ്പെടാൻ സാധ്യതയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്നത്. പലപ്പോഴും ഈ സൈബർ തട്ടിപ്പുകളെക്കുറിച്ച് അല്ലെങ്കിൽ ഇത്തരം ക്രെഡിറ്റ് കാർഡ് നമ്പറുകൾ മറ്റും വാങ്ങിയുള്ള ചതിയെക്കുറിച്ച് ബോധവാന്മാരല്ലാത്ത പലരും ഇപ്പോഴും സമൂഹത്തിൽ ഉണ്ട്. അതുതന്നെയാണ് ഈ ഡിജിറ്റൽ അറസ്റ്റ് പോലുള്ള സംഗതികളിലൂടെ ആയിരക്കണക്കിന് രൂപ നഷ്ടപ്പെടുന്ന കണക്കുകൾ പലപ്പോഴും വരാറുണ്ട്. അതുകൊണ്ട് 8,500-ലധികം ആളുകൾ ഷെയർ ചെയ്ത 500Kക്ക് അടുത്ത് വ്യൂവർഷിപ്പ് ഉള്ള ഈ തട്ടിപ്പിൽ പലരും വീഴാനുള്ള സാധ്യതയാണ്. എന്തായാലും ഇതേക്കുറിച്ച് വളരെ വിശദമായ ഒരു പരിശോധന തന്നെ
സൈബർ പോലീസും മറ്റുമൊക്കെ നടത്തേണ്ട ഒരു ആവശ്യകതയിലേക്കാണ് വന്നിരിക്കുന്നത്. ഒപ്പം പുതിയൊരു ട്രെൻഡായി മാറിയിട്ടുമുണ്ട് ഇത്തരം പോസ്റ്റുകൾക്ക് താഴെ കമൻറ്റ് ചെയ്യുക, അത് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അങ്ങനെ ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുത്ത് 1 ലക്ഷം രൂപ നൽകാം, 2 ലക്ഷം രൂപ നൽകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സമ്മാനങ്ങൾ നൽകാമെന്നൊക്കെ പറഞ്ഞുള്ള ക്യാമ്പയിനുകൾ വരുന്നതും. എന്തായാലും ഈ പ്രശസ്തരായ ഇൻഫ്ലുവൻസർമാർ പോലും ഈ രീതി ചെയ്യുമ്പോഴാണ് ഇത്തരം തട്ടിപ്പ് പേജുകൾ വഴി ജനങ്ങളെ കബളിപ്പിക്കാനുള്ള ഒരു നീക്കം നടക്കുന്നത്. എന്തായാലും മോഹൻലാലിൻ്റെ ഔദ്യോഗിക ഫാൻ പേജുകൾക്കോ ഒന്നും ഇതുമായി യാതൊരു ബന്ധവുമില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഈ മോഹൻലാലിൻ്റെ ചിത്രവും വീഡിയോയും ഒക്കെ ഉപയോഗിച്ചുള്ള ഒരു തട്ടിപ്പെന്നും മാത്രമേ നമുക്കിതിനെ ഈ ഘട്ടത്തിൽ പറയാൻ കഴിയൂ. എന്തായാലും ഇത്തരം പോസ്റ്റുകൾക്ക് കീഴിൽ കമൻറ്റ് ചെയ്യുന്നവർ പിന്നീട് വരുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ഒരു തരത്തിലും ക്രെഡിറ്റ് കാർഡ് നമ്പറോ വ്യക്തിഗത ബാങ്കിങ് വിവരങ്ങളോ നൽകാതിരിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അതിന് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നീ കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയൂ. അഭിലാഷ്, വിശദാംശങ്ങളാണ് MS അനീഷ് കുമാർ നൽകിയത്.